അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു നോർമൽ ഡേ ആണ് കേട്ടോ. വെക്കേഷനായിട്ട് പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലെങ്കിലും മാക്സിമം ഞാൻ പ്രൊഡക്റ്റീവ് ആവാൻ നോക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ വെക്കേഷനൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഞാൻ രാവിലെ തന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. നല്ല മുരിഞ്ഞ ദോശയും ഗ്രീൻ പീസും ആണ് കേട്ടോ. എൻ്റെ ഒരു ഫേവറേറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതുപോലത്തെ ഡേ ഇൻ മൈ ലൈഫ്സൊക്കെ ഇനിയും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഞാൻ ഇതാ ഒരു കിറ്റ്കാറ്റൊക്കെ കഴിച്ചു ഒരു ജേണൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതുപോലെ മുട്ടായിൻ്റെ കവേഴ്സൊക്കെ ഇതുപോലെ ഒന്ന് കളക്ട് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. കഴിഞ്ഞ ഏതോ ഒരു വ്ളോഗ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്രാവശ്യം ഞാനൊരു കിറ്റ്കാറ്റിൻ്റെ ജേണൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഓരോ സപ്ലീസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെക്കുകയാണ്. ഞാനിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് തുടങ്ങിയതുകൊണ്ട് കുറച്ചധികം കളക്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ മുമ്പ് ഞാനൊരു കോഫിയുടെ ആ ഒരു ജേണൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതാ ഒരു ബ്രൗൺ പേപ്പറാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഈ ജങ്ക് ജേണലായാലും ഏത് ജേണലായാലും നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇതിൽ ഓരോന്നിങ്ങനെ വെച്ചൊക്കെ നോക്കിയിട്ട് ഒരു തോന്നിയ പോലെ അങ്ങ് ചെയ്യുകയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഇതുവരെ ഒരു ചാനൽ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ വെക്കേഷനെങ്കിലും ഒന്ന് തുടങ്ങി നോക്കൂ കേട്ടോ. അടിപൊളിയാണ്. ടൈം പോകാനും പിന്നെ ഇത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു രസം അത് വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാ ലവ് ഷേപ്പിൽ ഇതുപോലെ ഇതിൻ്റെ കവറ് കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഓരോ സൈഡ്സിലായിട്ട് എന്തൊക്കെയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതൊരു പ്ലാനിങ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ചെയ്യുന്നൊരു ഐഡിയ ആണ്. അപ്പോൾ ഫസ്റ്റ് പേജ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് പേജ് നോക്കാം. സെക്കൻഡ് പേജും അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൻ്റെ ഓരോ കവേഴ്സൊക്കെ എടുത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കേട്ടോ ഫൈനൽ ലുക്ക് വരുന്നത്. എനിക്കെന്തായാലും ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. ഇനിയിപ്പം ഇതൊക്കെ ചെയ്തതിന് ശേഷം ഒരു ചോക്ലേറ്റ് കഴിക്കുന്നുണ്ട്. ഈ വെക്കേഷനിൽ എൻ്റെ ഒരു പ്രത്യേക പരിപാടി എന്താണെന്ന് വെച്ചാൽ കൂടുതലും തിന്നുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചോക്ലേറ്റ് കഴിക്കുകയാണ്. ഈ ഒരു യാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഈ ഒരു ന്യൂട്രല്ലയിൽ ഇങ്ങനെ ഡിപ്പാക്കി കഴിക്കുന്ന ചോക്ലേറ്റ്. പിന്നെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തെടുത്ത് നേരെ താഴെ വീണ് കേട്ടോ. ഒരു കയ്യിൽ ക്യാമറ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അൺബോക്സിങ് പോവാം. ഞാൻ 2 അൺബോക്സ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ലിപ്സ്റ്റിക്കിൻ്റെത്. ഒരു പാക്കേജ് വരുന്നത് ബെല്ല വിറ്റൻ്റെ ഒരു പെർഫ്യൂമാണ് കേട്ടോ. ഈ ഒരു പെർഫ്യൂം 2 ഫ്ലേവറിലാണ് വരുന്നത്. റോസെന്നും ഡീറ്റെന്നും കേട്ടോ രണ്ടിൻ്റെയും പേര്. ഇതിന് ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് യൂസ് ആക്കുന്നത്. ഇത് രണ്ടും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എനിക്കിത് ഹാമ്പേഴ്സിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ലിപ്സ്റ്റിക്ക് അൺബോക്സ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷെയ്ഡൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഉച്ചയ്ക്ക് നല്ല ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ കുളിച്ച് ഫ്രഷ് ആവാൻ വേണ്ടി പോയി. പിന്നൊരു വൈകുന്നേരം ആവാനുള്ള ടൈമൊക്കെ ആയപ്പം വീണ്ടും വിശക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി വെക്കേഷനൊക്കെ ആയാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. വീട്ടിൽ തന്നെ ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ ഇതാ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ന്യൂട്രലാക്കി കഴിക്കാം. ഇനി ഈ ന്യൂട്രലാക്കി കുറച്ച് ദിവസമായിട്ടുള്ളൂ വാങ്ങിയിട്ട്. പക്ഷേ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് അപ്പാടെടുത്ത് കഴിക്കുന്നതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ഉമ്മ രാത്രി ചപ്പാത്തി ഉണ്ടാക്കുന്ന ടൈമിൽ കറി ഇല്ലാതെ ഞാൻ ഇത് സ്പ്രെഡ് ചെയ്ത് കഴിക്കാറുണ്ട്. അതുകൊണ്ടൊക്കെ ഇത് തീരാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ വൈകുന്നേരം ആയപ്പം ജസ്റ്റ് ബാക്കിലൊക്കെ ഇറങ്ങിയിട്ട് ഒന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാറുണ്ട്. അങ്ങനെ ഇതാ ഐശ്വര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഓളെ ഡ്രസ്സ് എനിക്കിഷ്ടമായി. ഞാൻ ഓളെ കുറച്ച് നേരം വീഡിയോ എടുത്തു. ഓളാണെങ്കിൽ എനിക്ക് നിന്ന് തരുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ ഓള് സൈക്കിൾ ഓടിച്ച് കളിക്കായിരുന്നു. ഞാൻ വെറുതെ അതൊക്കെ നോക്കിയിരിക്കും. അങ്ങനെ രാത്രിയായപ്പം ഒരു മൂവി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് നൂഡിൽസ് എടുത്തിട്ടുണ്ട്. എനിക്കെപ്പോഴും ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു കപ്പ് നൂഡിൽസ്.
നോർമൽ നൂഡിൽസൊക്കെ എനിക്ക് പെട്ടെന്നൊരു മടുപ്പൊക്കെ വരും, പക്ഷേ ഇതെനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ എപ്പോഴേലൊക്കെയാണ് കഴിക്കാറുള്ളതും, അതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിലിതാ 3 തരം മസാലയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ അതിലിട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ സംഭവം റെഡി ആയിട്ടു. ഞാനിതിൽ ഹോട്ട് വാട്ടർ ഒഴിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പോയിട്ട് മറിച്ച് വന്നിട്ട് വീണ്ടും ഇതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മൂടി വെച്ചു. അപ്പോഴേക്ക് ഞാൻ ഇതാ മൂവി കാണാൻ വേണ്ടിയിട്ടുള്ള ഫോണൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതാ ഓം ശാന്തി ഓശാനയാണ് കാണുന്നത്. ഇതിൻ്റെ ഡയലോഗ്സൊക്കെ ഇപ്പം അത്യാവശ്യം ട്രെൻഡിങ് ആണ്. അപ്പോൾ പിന്നെ വീണ്ടും ഇതന്നെ എടുത്ത് കാണാമെന്ന് വിചാരിച്ചു. എനിക്കൊരു ഇഷ്ടമുള്ളൊരു മൂവിയാണ് കേട്ടോ. അങ്ങനെ മൂവിയൊക്കെ കണ്ടതിന് ശേഷം കുറച്ച് വർക്ക്സ് ഉള്ളത് ചെയ്തു വെച്ചു. അപ്പം ഇന്നത്തെ ഡേ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.